നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ രണ്ടാമത്തെ കേസിൽ KPCCക്ക് പരാതി നൽകിയ യുവതിയുടെ വിശദാംശങ്ങൾ പോലീസ് ശേഖരിച്ചു. KPCCക്ക് ലഭിച്ച പരാതിയിൽ യുവതിയുടെ അഡ്രസ് ഉണ്ടായിരുന്നില്ല. എങ്കിലും നേരത്തെ ക്രൈംബ്രാഞ്ച് മൊഴിയെടുത്ത യുവതിയാണ് അതെന്ന് കത്തിൽ അവർ വ്യക്തമാക്കിയിരുന്നു. ഇതനുസരിച്ചുള്ള പരിശോധനയിൽ പരാതിക്കാരി ആരാണെന്ന് പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. അയൽ സംസ്ഥാനത്തുള്ള യുവതിയുടെ മൊഴിയെടുക്കാനുള്ള തീരുമാനത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം. സുഹൃത്തിന്റെ സഹായത്തോടെയാണ് യുവതി KPCCക്ക് പരാതി അയച്ചത്. പരാതിക്കാരി മൊഴിയിൽ ഉറച്ചു നിന്നാൽ രാഹുലിന് കുരുക്ക് മുറുകും. രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഇന്ന് വിധി പറയും. രണ്ടാമത്തെ ബലാത്സംഗത്തിന്റെ FIR പ്രോസിക്യൂഷൻ കോടതിയിൽ നൽകും. രാഹുൽ സ്ത്രീകളെ സ്ഥിരമായി ശല്യം ചെയ്യുന്ന വ്യക്തിയാണെന്നും പ്രോസിക്യൂഷൻ വാദിക്കും. കൂടാതെ ഉത്തരവ് ഇന്ന് തന്നെ ഉണ്ടാകുമെന്നും പ്രോസിക്യൂഷൻ ആവശ്യപ്പെടും. ബലാത്സംഗം എന്ന ജാമ്യമില്ലാ കുറ്റം ചുമത്തിയാണ് 23-കാരിയുടെ വെളിപ്പെടുത്തലിൽ രാഹുലിനെതിരെ രണ്ടാം കേസും എടുത്തിരിക്കുന്നത്. ക്രൈംബ്രാഞ്ചാണ് അന്വേഷിക്കുന്നത്. ബ്ലാക്ക്ബെറി ഫോണിൽ നിന്നായിരുന്നു പരാതി അയച്ചത്. കൊച്ചിയിലെ ചില മാധ്യമ പ്രവർത്തകർക്ക് പരാതിക്കാരിയുമായി അടുത്ത ബന്ധമുണ്ടെന്നും കോൺഗ്രസ് നേതൃത്വം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പെൺകുട്ടിയെ കണ്ടെത്തി മൊഴി രേഖപ്പെടുത്താനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം. പെൺകുട്ടിയുടെ മേൽവിലാസവും വിവരങ്ങളും ക്രൈംബ്രാഞ്ചിന്റെ കയ്യിലുണ്ട്. 2 മാസം മുൻപ് ആദ്യഘട്ട അന്വേഷണത്തിന്റെ ഭാഗമായി ക്രൈംബ്രാഞ്ച് സംഘം പെൺകുട്ടിയെ ബന്ധപ്പെടുകയും പരാതി നൽകുകയും ചെയ്തിരുന്നു. അന്ന് നിയമപരമായി പരാതിയായിട്ട് പോകാൻ താല്പര്യമില്ല എന്ന് അറിയിച്ചതോടെയാണ് കേസെടുക്കാതിരുന്നത്. പിന്നീട് KPCC നേതൃത്വത്തിന് പെൺകുട്ടി പരാതി നൽകുകയും ചെയ്തു. കോൺഗ്രസ് DGPക്ക് കൈമാറുകയും ചെയ്തതോടെയാണ് കേസിന് കളമൊരുങ്ങിയത്. പെൺകുട്ടി മൊഴി നൽകിയാൽ കൂടുതൽ ഗുരുതരമായ വകുപ്പുകൾ രാഹുലിനെതിരെ ചുമത്തും. ഇതോടെ ആദ്യ കേസിൽ മുൻകൂർ ജാമ്യം കിട്ടിയാൽ പോലും രാഹുലിന് അറസ്റ്റിന്റെ ഭീഷണി ഒഴിവാകില്ല. അതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ 8ാം ദിവസവും ഒളിവിൽ തുടരുകയാണ്. കർണാടകയിലെ വിവിധ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് തന്നെയാണ് പോലീസിന്റെ പരിശോധന തുടരുന്നത്. ഇന്നലെ വൈകുന്നേരത്തോടുകൂടി രാഹുൽ പിടിയിലായതായി അഭ്യൂഹങ്ങൾ പരന്നുവെങ്കിലും രാഹുലിനെ കണ്ടെത്താൻ പോലും സാധിച്ചിട്ടില്ല എന്നാണ് പോലീസ് ഔദ്യോഗികമായി അറിയിക്കുന്നത്. ഇക്കാര്യത്തിൽ മാധ്യമങ്ങൾ പലതരത്തിലുള്ള റിപ്പോർട്ടുകളാണ് നൽകുന്നത്. രാഹുലിനെ തേടി പ്രത്യേക അന്വേഷണ സംഘം വയനാട് കർണാടക അതിർത്തിയിൽ എത്തിയിരുന്നു. രാഹുൽ ഒളിച്ചു താമസിച്ച സ്ഥലങ്ങളിൽ നിന്നും അന്വേഷണ സംഘം എത്തുന്നതിന് തൊട്ടു മുൻപ് രക്ഷപ്പെട്ടുവെന്നാണ് വാർത്തകൾ. ഇക്കാര്യത്തിൽ വ്യക്തതകളില്ല. പോലീസിൽ നിന്ന് വിവരം ചോർന്നതായി സംശയവുമുണ്ട്. SITയുടെ നീക്കങ്ങൾ പൂർണ്ണമായും രഹസ്യ സ്വഭാവത്തിലാകണമെന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശമുണ്ട്. അതേസമയം ബലാത്സംഗ കേസിൽ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ വൈകുന്നതിൽ ഹൈക്കമാൻഡിന് അതൃപ്തി രേഖപ്പെടുത്തി. പരാതി ലഭിച്ചതിന് പിന്നാലെ സംസ്ഥാന നേതൃത്വത്തിനോട് ഉചിതമായ നടപടി സ്വീകരിക്കാൻ AICC നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ കോടതി വിധി വരുന്നതുവരെ കാത്തിരിക്കുകയാണ് KPCC നേതൃത്വം. ഇതിനെതിരെ സംസ്ഥാന നേതാക്കൾക്കിടയിലും ഭിന്നത രൂപപ്പെട്ടു കഴിഞ്ഞു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, രമേശ് ചെന്നിത്തല, VM സുധീരൻ, K മുരളീധരൻ അടക്കമുള്ളവർ നിലപാട് KPCC നേതൃത്വത്തെയും AICCയെയും അറിയിച്ചു. പുറത്താക്കലല്ലാതെ മുഖം രക്ഷിക്കാൻ മറ്റ് നടപടികൾ ഇല്ല എന്നാണ് ഭൂരിഭാഗത്തിന്റെ നിലപാട്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തലിന്റെ പീഡന കേസുമായി ബന്ധപ്പെട്ട് ഇന്ന് വിധി വരും. എന്തായാലും രാഹുലിനെ സംബന്ധിച്ച് ഇന്ന് നിർണായക ദിവസമാണ്. ജാമ്യം അനുവദിക്കുമോ ഇല്ലയോ എന്ന് ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. ജാമ്യം നിഷേധിച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തലിനെ കോൺഗ്രസിൽ നിന്നും പാടെ പുറത്താക്കുമെന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ നിലപാട്.